നമസ്കാരം. അപ്രതീക്ഷിത പ്രഖ്യാപനവുമായി നരേന്ദ്രമോദി കേരളത്തിൽ. പ്രധാനമന്ത്രിയുടെ വമ്പൻ പ്രഖ്യാപനത്തിൽ കേരളം ഞെട്ടിയിരിക്കുന്നു. ഇതെന്തുകൊണ്ടിത് പറയുന്നു എന്ന് ചോദിച്ചാൽ 2026 ജനുവരി മാസം, ഈ മാസത്തിൽ നരേന്ദ്രമോദി കേരളത്തിലെത്തുകയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം തിരുവനന്തപുരത്തെങ്കിലും ലഭിച്ചതിലും ഒപ്പം ഭരണമാറ്റമുണ്ടായതിലും ഭരണം NDA മുന്നണി പിടിച്ചെടുത്തതിലുമൊക്കെ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ് BJPയും RSSും ഒപ്പം NDA മുന്നണിയും. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുഗ്രഹാശിസുകളോടെയാണ് BV രാജേഷ് മേയർ പദത്തിലേക്ക് നടന്നു കയറിയത്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. പക്ഷെ വേറെ ചില ആശങ്കകൾ CPMനും BJPക്കും കോൺഗ്രസിനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ UDFന്റെ മുന്നേറ്റം എന്ന് പറയപ്പെടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചേക്കുമെന്ന ആശങ്കയിലാണ് CPMും BJPയും ഒക്കെ. കാരണം ഈ 10 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിന്ന UDF തിരികെ അധികാരത്തിലേക്ക് നടന്നെടുക്കുന്നുവെന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ BJPയും CPMും അടക്കമുള്ള മറ്റു പാർട്ടികൾ ആശങ്കയിലാവുന്നതും. കാരണം ഭരണം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയേക്കാം എന്ന് CPMും കോൺഗ്രസ് തിരിച്ചു വീണ്ടും അധികാരത്തിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്കയിൽ BJPയും എത്തുന്നു. സംസ്ഥാനത്ത് ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സരം അടക്കമുള്ളവ BJPയും UDFും തമ്മിലാണേ എന്നും മാത്രമല്ല ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളെയൊക്കെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കുവാൻ ശ്രമിക്കുമെന്നൊക്കെയായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നത്. ഇതിനു പുറമെയാണ് CPMന്റെ എക്കാലത്തെയും അടിസ്ഥാന വോട്ട് ബാങ്കായിട്ടുള്ള ഈഴവ വിഭാഗം തങ്ങൾക്കൊപ്പം വരുമെന്നുള്ള BJPയുടെ വലിയ ഉറപ്പും അതിനകത്തുണ്ടാകുന്നത്. എന്നാൽ തങ്ങൾക്ക് തുടർഭരണ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന വാദം അത് CPM ഉയർത്തുന്നുണ്ട്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിനയായി പോയത് അവരുടെ അമിത ആത്മവിശ്വാസമാണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ അത് പലയിടത്തും സംഘടനാ ദൗർബല്യത്തിൽ കലാശിച്ചിരിക്കുന്നു. PM ശ്രീ ഒപ്പിട്ടത് തിരിച്ചടിയാണ് എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞു വെക്കുന്നു. രണ്ട് പാർട്ടികളുടെയും തലപ്പത്ത് UDF തിരിച്ചു വരുന്നു എന്നുള്ള ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. തങ്ങളുടെ വോട്ട് ബാങ്കിൽ BJP വീഴ്ത്തുന്ന വിള്ളൽ എങ്ങനെ പരിഹരിക്കുമെന്ന് പറയാൻ CPMന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ കടന്നുകയറ്റം CPMന് വലിയ വെല്ലുവിളിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിലനിന്നിരുന്ന ഒരു BJP CPM ഡീൽ ഈ തിരഞ്ഞെടുപ്പിൽ തുറന്നു കാട്ടുമെന്ന UDF വെല്ലുവിളി അടക്കം തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോവുകയാണ്. ഉത്തരേന്ത്യയില് ഈ ക്രൈസ്തവർക്ക് നേരെ പീഡനം നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന BJP നിലപാടിൽ ക്രൈസ്തവ സഭകൾക്ക് കനത്ത അമർഷമുണ്ട്. അതുകൊണ്ട് തന്നെ പല സഭകളും ഇപ്പോൾ BJPക്ക് എതിരാണ്. മാത്രമല്ല പല സഭകളും പറയുന്നുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ അതേ വിജയം UDFന് വിജയിക്കാൻ കഴിയും, ക്രൈസ്തവരുടെ വോട്ടുകളടക്കം കോൺഗ്രസിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതിനെ ഏത് തരത്തിലാവും മറികടക്കുക എന്ന പ്രശ്നം BJPയെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. അവിടെയാണ് ഇവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംസ്ഥാനത്ത് മുന്നേറ്റമുണ്ടാക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയാൻ പോകുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള തന്ത്രമാവും BJP മുന്നോട്ട് വയ്ക്കുക എന്നതാണ്. അതിലൂടെ CPMനെയും കോൺഗ്രസിനെയും ഒക്കെ പ്രതിരോധിക്കാമെന്ന് നേതൃത്വം കണക്ക് കൂട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി വലിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ നടത്താൻ പോകുന്നു എന്നതാണ്. കേരളത്തെ പിടിച്ചടക്കാൻ പോകുന്നതിൻ്റെ തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ അതായിരിക്കും കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുക. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം തങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് BJP മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന വലിയ തന്ത്രം. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റമുണ്ടാക്കിയതും പാർട്ടി വിജയ സാധ്യത കൽപ്പിക്കുന്നതുമായിട്ടുള്ള ഏകദേശം 36 A ക്ലാസ് മണ്ഡലങ്ങളാണ് ഇതിനായിട്ട് BJP ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ചിട്ട് ഏകദേശം 30,000-ലധികം വോട്ടുകളുള്ള 29 മണ്ഡലങ്ങളിലും 40,000-ലധികം വോട്ടുകളുള്ള 7 മണ്ഡലങ്ങളിലും അവിടെയാണ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ BJP തയ്യാറെടുക്കുന്നത്. അതാണ് അവരുടെ ഒരു ടാക്ടിക് എന്ന് പറയുന്നത്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തൃശൂർ, പാലക്കാട് തുടങ്ങി 10 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിക്കുവാൻ പാർട്ടി പ്രധാനമായിട്ടും ലക്ഷ്യമിടുകയും ചെയ്യുന്നുള്ളൂ. ജനുവരി 3-ാം തീയതി മുതൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമാവുകയാണ്. ഏറ്റവും അടുത്ത കാലയളവിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മണ്ഡലങ്ങളിൽ സജീവമാകാനാണ് BJP
എന്ന് പറയപ്പെടുന്ന പാർട്ടി പ്രസ്ഥാനത്തിന്റെ തീരുമാനം. ഓരോ മണ്ഡലത്തിലും കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ ഉൾപ്പെടെ വിശദമായിട്ട് വിലയിരുത്തും. അതിനുശേഷം ഒരു സ്ഥാനാർത്ഥി നിർണയ സംവിധാനം ഉണ്ടാകും. അതായിരിക്കും ഇനി അത്തരത്തിലുള്ള പുരോഗമനങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എ ക്ലാസ് മണ്ഡലങ്ങളിൽ മികച്ച വിജയ സാധ്യത ഉള്ളവരെ സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് രംഗത്തിറക്കും. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനപ്പുറം 2031 നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി മുൻകൂട്ടി കണ്ട് മണ്ഡലങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിച്ച് സാന്നിധ്യം ഉറപ്പിക്കുവാൻ അല്ലെങ്കിൽ സ്വാധീനമർപ്പിക്കുവാൻ കെൽപ്പുള്ളവരെ മറ്റു നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി നിർദ്ദേശിക്കണമെന്നതടക്കം ജില്ലാ നേതൃത്വങ്ങൾക്ക് BJP നിർദ്ദേശം നൽകാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ പിന്നിൽ നരേന്ദ്രമോദിയുടെ വലിയ ഇടപെടലുകളുണ്ട്, അമിത്ഷായുടെ വലിയ ഇടപെടലുകളുണ്ട്. അപ്പൊ ഇത്തവണ ഈ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് അത് കുറച്ചുകൂടി പ്രാതിനിധ്യം നൽകേണ്ടതുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ പാർട്ടിക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തൽ അടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ന്യൂനപക്ഷ പ്രീണന മനോഭാവം കൂടി ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 3 മണ്ഡലങ്ങളിൽ BJP വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. നേമത്തപ്പോൾ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനും വട്ടിയൂർക്കാവ് R ശ്രീലേഖയും മത്സരിക്കുമെന്നുള്ള സൂചനകൾ അവർ പുറത്തുവിടുകയും ചെയ്തു. ഇപ്പൊ തിരുവനന്തപുരം മണ്ഡലത്തിൽ G കൃഷ്ണകുമാറും ആറ്റിങ്ങലിൽ P സുധീറും ചിറങ്കീഴിൽ ആശാനാഥ് എന്നിവരുടെ പേരുകൾക്കും മുൻഗണന ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ K സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങുന്നു, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ മത്സരിക്കാൻ ഇറങ്ങുന്നു. കൂടാതെ കുമ്മനം രാജശേഖരൻ, ഇങ്ങനെയുള്ള മുതിർന്ന നേതാക്കൾ അടക്കം മത്സര രംഗത്തുണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെയാണ് പാലായിലെ രാഷ്ട്രീയ സാഹചര്യം. ആ പാലായിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ഷോൺ ജോർജിനെ മത്സരിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ സജീവമായിട്ട് അവിടെ നടക്കുന്നുമുണ്ട്. ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ പാർട്ടി ജയിക്കുമെന്ന് കരുതുന്ന ചില ഇടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള തന്ത്രമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ജനങ്ങളിൽ BJPക്ക് കേരളത്തെ വിജയിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം വർദ്ധിച്ചു വരികയാണ് എന്ന് പാർട്ടി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലെ ലോക്സഭാ വിജയം, 45 വർഷത്തെ ഇടത് ഭരണം അവസാനിപ്പിച്ച് BJP അധികാരം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം, ഇതൊക്കെ ഇതിന് തെളിവായിട്ട് പാർട്ടി ചൂണ്ടിക്കാട്ടുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള പ്രത്യേക മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം കൂടിയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്താൻ പോകുന്നത്. അത് ഈ ജനുവരി മാസത്തിലാണ്. അപ്പോൾ BJPക്ക് വളരെ കൃത്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാനുകൾ തയ്യാറെടുക്കപ്പെടുന്നുണ്ട്, തന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കുറഞ്ഞത് BJPക്ക് ആശങ്ക ഉളവാക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന അല്ലെങ്കിൽ കേരളത്തിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ വലിയ പ്രഖ്യാപനങ്ങൾ, ആ വലിയ പ്രഖ്യാപനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇന്ന് വരെ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള, അത് പുതിയ റെയിൽവേ സംവിധാനങ്ങളടക്കം, വികസന കുതിപ്പിലേക്ക് കേരളം എത്തണമെന്ന് പറയപ്പെടുന്ന വ്യാവസായിക സംരംഭങ്ങളടക്കം, മാത്രമല്ല ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളടക്കമുള്ള പ്രഖ്യാപനങ്ങളിലേക്കായിരിക്കും നരേന്ദ്രമോദി എത്താൻ പോകുന്നത്. നമുക്കറിയാമല്ലോ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മുൻപ് ഇതേ നരേന്ദ്രമോദി ബീഹാറിലെ ജനങ്ങൾക്കായിട്ടുള്ള പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്ന 50,000 കോടിയുടെ പ്രഖ്യാപനമാണ് അവിടെ നടപ്പിലാക്കിയത്. ആ 50,000 കോടിയുടെ പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്ന ജനങ്ങൾ വല്ലാത്ത മതിപ്പുളവാക്കിയതാണ്. അന്ന് അവിടെ എന്താ സംഭവിച്ചത്? മാത്രമല്ല അവിടുത്തെ സ്ത്രീകൾക്ക് 15,000 രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതി കൂടി ആസൂത്രണം ചെയ്തിരുന്നു നരേന്ദ്രമോദിയും ഒപ്പം തന്നെ നിതീഷ് കുമാറും. അത് ജനങ്ങളിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബീഹാറിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വലിയ വോട്ട് വിഹിതം നേടിക്കൊണ്ട് BJPക്ക് വലിയ കടന്നുകയറ്റം, മുന്നേറ്റമൊക്കെ നടത്തുവാൻ ബീഹാറിൽ കഴിഞ്ഞത്. അത്തരത്തിൽ അതേ ഒരു പാറ്റേണിലുള്ള രീതിയായിരിക്കും കേരളത്തിലും. ഇപ്പോൾ മേയർ പദവിയിലേക്ക് തിരുവനന്തപുരം പിടിച്ചെടുത്ത BJPക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി എത്തപ്പെടുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതേ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം, അല്ലെങ്കിൽ വികസന കുതിപ്പുകൾ നടത്തണം, കേരളത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ പിടിച്ചെടുക്കാൻ കഴിയണമെന്നുള്ള തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് നരേന്ദ്രമോദി പോകും. അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ 2026 മാത്രമല്ല 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം നേടുക എന്നൊരു ലക്ഷ്യം കൂടി അതിന് പിന്നിൽ BJPക്കുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിനാണ് ഈ വരുന്ന, അതായത് ഇപ്പോൾ ജനുവരി മാസം, ഈ പുതുവർഷത്തിൽ കേരളത്തിലേക്ക് നരേന്ദ്രമോദി എത്തുകയാണ്. ആ നരേന്ദ്രമോദി എത്തുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ, കോടികളുടെ പ്രഖ്യാപനങ്ങളാണ് ഇവിടെ നടത്താൻ പോകുന്നത്. ആ വലിയ പ്രഖ്യാപനങ്ങളിൽ സത്യത്തിൽ BJPക്ക് വലിയ മൈലേജ് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് BJP കേന്ദ്രങ്ങൾ. പക്ഷെ അതേസമയം വലിയ ഞെട്ടലിലേക്കാണ് CPM എത്തപ്പെടുന്നത്. കാരണം ഇത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബീഹാറിൽ അതേ സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള CPMന് മൂന്നാമതൊരു അംഗത്തിന് ജയിക്കാൻ കഴിയുമെന്നുള്ള തോന്നൽ പാടെ ഉപേക്ഷിക്കേണ്ടി വരും. അത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ
ഒരു 40-45 സീറ്റുകൾ വരെ നേടിയെടുക്കുവാൻ BJPക്ക് കഴിഞ്ഞാൽ അത് വലിയ വെല്ലുവിളി ഉയർത്തും കേരള രാഷ്ട്രീയത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഒരു തൂക്കുമന്ത്രിസഭയുടെ ഗതികേടിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം പോകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല, തർക്കവുമില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് കേരളത്തെ പിടിച്ചടക്കാൻ വേണ്ടി തന്നെയാണ്. കേരളത്തിൽ അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. വലിയ പ്രഖ്യാപനങ്ങൾ, വ്യാവസായിക വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളായിരിക്കും ഈ മാസം, അതായത് ജനുവരിയിൽ പുതുവർഷത്തോടനുബന്ധിച്ച് BJP നടപ്പിലാക്കാൻ പോകുന്നത്.